ജീവിതത്തിലെ ചില വിഷയങ്ങൾ നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പ്രായത്തിനും സാഹചര്യങ്ങൾക്കുമൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. പലപ്പോഴും മാതാപിതാക്കളോട് തട്ടിക്കയറി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഉമ്മ എന്തു പറഞ്ഞാലും മുഷിഞ്ഞു മാത്രം സംസാരിക്കുന്നവരുണ്ടാകും. ഉമ്മ തന്ന ഭക്ഷണപാത്രം ഉമ്മയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞവരുണ്ടാകും. ഉമ്മയോട് പ്രതിഷേധിച്ച് വാതിലുകൾ കൊട്ടിയടച്ചവരുണ്ടാകും. ഉമ്മയോട് പ്രതിഷേധിച്ച് കയ്യിലെ ഞരമ്പുകൾ മുറിച്ചവരുണ്ടാകും. ആത്മഹത്യ ഭീഷണി മുഴക്കിയവരുണ്ടാകും. ഞാൻ പറയുന്നു, അവരുടെ മുന്നിൽ ഇപ്പോൾ കാഴ്ചകൾ മറയപ്പെട്ടിരിക്കുകയാണ്. ഇനി അവരുടെ കാഴ്ചകൾ തുറയും എപ്പോൾ? ഉമ്മയുടെ മയ്യത്തിന്റെ അരികിൽ വെളുത്ത തൂവെള്ള തുണിയുടെ താഴെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ, ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ ആടി ഉലയുന്ന മയ്യത്തും കട്ടിലിൽ ഉമ്മയുടെ ശരീരവും കൊണ്ട് ശ്മശാനത്തിലേക്ക് നീങ്ങുമ്പോ, പിന്നിൽ നടന്നു നീങ്ങുമ്പോ, പെൺകുട്ടിയാണെങ്കിൽ ജനവാതിലിലൂടെ കണ്ണെത്താ ദൂരത്തേക്ക് മറയുന്ന മയ്യത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഓരോന്നും തെളിയും, ഓരോന്നും കണ്ടു തുടങ്ങും. അതുമല്ലെങ്കിൽ ഒരു പുതിയ കുഞ്ഞിനു വേണ്ടി ഗർഭപാത്രം ചലിച്ചു തുടങ്ങുമ്പോ, ജീവന്റെ തുടിപ്പ് ഗർഭപാത്രത്തിൽ ആരംഭിക്കുമ്പോ, അതുമല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് തന്റെ ഭാര്യയുടെ പ്രസവം കാത്ത് ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കുമ്പോ ഉമ്മ എന്ന യാഥാർത്ഥ്യത്തെ, ഉപ്പ എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയും.